ഇതിനകത്തിപ്പോൾ സ്വാഭാവികമായിട്ടും 4 പേരുകളുടെ കാര്യം ഇങ്ങനെ പുറത്തുവിടേണ്ടിയിരുന്നോ കോൺഗ്രസ്? കാരണം അന്ന് പാർട്ടി അവരോട് ചോദിക്കൂ, എന്നോട് ചോദിച്ച കാര്യമുണ്ട്, അവരോട് ചോദിച്ചു. ശശി തരൂർ കോൺഗ്രസിന്റെ എംപിയാണ്, മനീഷ് തിവാരി കോൺഗ്രസിന്റെ എംപിയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു 4 പേരുകൾ, ഇതല്ല ഞങ്ങൾ കൊടുത്ത പേരുകൾ എന്ന് പറയുന്നത് താങ്കൾ വരുന്നത് കൊണ്ടാണ്? ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും, എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ എല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കുന്നത്, എനിക്ക് വെളികൾ കിട്ടി, അത്രേ എനിക്കറിയുള്ളൂ. അതും പാർട്ടിയോട് ചോദിക്കൂ. അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എൻ്റെ കഴിവോ കഴിവില്ലായ്മയെ കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ്, സർക്കാരാണ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം ഒരു പക്ഷേ വേറെ ആയിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനെക്കാട്ടെ എന്താ പറയുന്നത്? രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അത് ആ മെസ്സേജ് ആർക്കുള്ളതാണ്? കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ്. നിങ്ങൾക്കാണ്, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയൊന്നുമില്ല. സർക്കാർ തീരുമാനിച്ചിരിക്കണോ, ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടാകുന്നല്ലോ. അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത്, ഇറ്റ് ഈസ് എൻ ഓണർ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ്, ഐ എം അവൈലബിൾ. അതാണ് എൻ്റെ സന്ദേശം. ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത്, അത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സമയത്ത് രാജ്യമാണ്, സർക്കാരാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്, അതിലൊരു പ്രശ്നമില്ല.